പിന്നെ അങ്ങനെ ആ പ്രശ്നം അങ്ങനെ ഉണ്ട്. കുറച്ചു കാലത്തേക്ക് അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല, ഒരു ഒതുക്കുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊങ്ങാൻ കാരണം നമ്മുടെ നാട്ടിലിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം ഉണ്ടായി. ഇവിടെ ഒരു കല്ലിടുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുണ്ടേങ്ങരക്ക്. അപ്പൊ ഈ കുട്ടി ഒരു പക്വത എത്തിയിട്ടില്ല. കുട്ടി ഒരു പ്രായത്തിന് വെച്ചൊരു പക്വത എത്താത്തൊരു കുട്ടി. സ്വാഭാവികമായി പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം, ഭർത്താവിന്റെ ഒരു കാര്യം ജീവിക്കാൻ ഒരു വിഷമം ആ കുട്ടിക്ക് ഉണ്ടായി. അപ്പൊ അതിന് ഒരു രമേശ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ തിരിച്ചു പറഞ്ഞു തന്നെ ഈ കുട്ടിക്ക് പക്വതല്ല. അപ്പൊ 2 വർഷം കഴിയാതെ ഈ കുട്ടിക്ക് ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ കഴിയില്ല. പിന്നെ ഈ കുട്ടി സ്വന്തം വീട്ടിൽ തന്നെ താമസം. അപ്പം ഒരു ദിവസം ഭർത്താവ് വിളിച്ചു, എന്റെ ഉപ്പനോട് പറഞ്ഞു അവിടെ ഒന്ന് കൊണ്ടുവരണം, മൗലാനിയിൽ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവര് കൂട്ടിക്കൊണ്ടുപോകും. ഉമ്മയും വാപ്പയും അതും പോയി. ഭർത്താവിന്റെ കൂടെ ഫ്രണ്ടും കൂടി വന്ന് ഇവര് നേരിട്ട് ചെറുവാടിക്കാ കൊണ്ടുപോയത്. ചെറുവാടി ചെന്ന് ഈ വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ വീട് തന്നെയാണ്. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവര് ബെഡ്റൂമില് ഒരു ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ചെയ്യുന്നാവുന്ന പറഞ്ഞ ഒരാള് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞത് ശരിയല്ല. അയാള് വീട്ടിൽ കൊണ്ട് ഇയാളെ വായിലടച്ചിട്ട് ഈ കുട്ടീനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ അനക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുട്ടികളൊന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ. സംഗതി കേട്ടപ്പോൾ ഞാൻ നിർക്കുന്ന ഒരാള് പറഞ്ഞ് വിശ്വസിക്കാൻ ഭർത്താവ് കൈ ഇങ്ങനെ വെച്ച് വിരലിളക്കാൻ പറഞ്ഞു. ഈ ചികിത്സിക്കുന്ന ആള് ഈ കുട്ടിന്റെ കാലിന്റെ തുടക്കും കയ്യിനും കയ്യും. സാധാരണ പിന്നെ മൂലയാക്കന്മാര് ചൂരലോണ്ട് അടുക്കുള്ളൂ, ഒരു അന്യസ്ത്രീയെ സ്പർശിക്കൂല. ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടുക്കുന്നത്. അടിച്ച് ഈ കുട്ടീന്റെ ഭയങ്കരമായ കരച്ചിൽ കേട്ടപ്പോ ഈ കുട്ടിന്റെ ഒപ്പം ഒരു പച്ച പാവം മനുഷ്യനാണ്. കാലിന് ആദ്യം സ്വാധീനമില്ലാത്ത ആള്, പിന്നെ അപസ്മാര രോഗിക്ക് ഇതെല്ലാം പറയാനൊന്നുള്ളൊരു തന്റെ ഇടമില്ല. ഇയാളവിടെ സിറ്റൗട്ടില് തലമില്ലി വീണ് തന്നെ ഭാര്യ അടുക്കളയിൽ വീണു. ആയാലും കുറച്ച് തകരാറും ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ഒരു കരച്ചിൽ കേൾക്കുമ്പോ അവർക്ക് വാതിൽ ചവിട്ടി തുറപ്പിച്ചാൽ മതിയായിരുന്നു. അവരും കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോ ഈ കുട്ടിയുടെ ശരീരം ആകെ പാടങ്ങനെ പാടുകൾ. കുട്ടിക്ക് ശരിക്കും എഴുന്നേക്കാൻ തന്നെ കഴിയണില്ല, വാഹനത്തിക്കൊന്ന് കയറാനോ. പിന്നെ കുട്ടികളെ കുറിച്ച് വാഹനത്തിലൊക്കെ കയറ്റി അവർ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പം പറയണത് ഈ ചികിത്സ ചെയ്ത ആളിനോട് അത് വിളിച്ചു ചോദിച്ചാൽ പറയണത് അവരതിന്റെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ വാപ്പന്റെയും ഉമ്മന്റെയും അതൊരു തകരാറുണ്ട്. ഇത്തരം സംഭവിച്ചിട്ട് വീണ്ടും വീട്ടിൽ അവർ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഇതല്ലല്ലോ. അത് കുറച്ച് തകരാറ് അവരെടുത്തുണ്ട്. കുറച്ച് അന്ധവിശ്വാസം പേർക്കും ഉണ്ടാവണം. ഈ ഇങ്ങനെ ഇതുണ്ടോന്നുള്ള എങ്ങനെയും മാറട്ടെ എന്നുള്ള ചിന്താഗതി ചിലപ്പോൾ അവർക്കുണ്ടായിട്ടുണ്ടാണോ ഒന്നാവുമല്ലോ. ഏതായാലും ഒരു വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അയൽവാസികളെ വിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പോലീസിൽ കേസെടുക്കാം. പക്ഷെ അപ്പോഴേക്ക് ഇവരുടെ ഭർത്താവിന്റെ ഉമ്മയും പിന്നെ ഈ ചെയ്ത ആള് ഒരുപാടിൽ നിന്നുള്ള ഇയാളും ഈ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവും കൂടി വന്നിട്ട് ഇവരെ കാല് പിടിച്ച് മാപ്പി വെച്ചതാണ്. ഇനി മേലിൽ സംഭവിക്കൂല, നിങ്ങളിനി വിഷയാക്കല്ലേ കാരണം മാപ്പി വെച്ച്. അപ്പൊ ഒരു പിന്നെ കേസൊന്നും കൊടുത്തില്ല. ഒരു പെൺകുട്ടിന്റെ കാര്യമല്ല, ഇങ്ങനെയൊക്കെ വഷളത്തരല്ലേ എന്ന് അവര് ക്ഷമിച്ചു. പിന്നെ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഈ പിയാക്കളുടെ പരീക്ഷ വിട്ടു. പറഞ്ഞയച്ചിട്ട് ബാക്കി തുടർ നടപടി ഇവൻ ചെയ്യാനാണ്. ഈ ചികിത്സന്റെ മുറ എങ്ങനെയാണെന്നാ പറഞ്ഞത്. ഭർത്താവ് കൈ ഇങ്ങനെ വേക്കിങ്ങനെ കെട്ടിയിട്ട് ഇവൻ അടിക്കാന്ന്. ഭാര്യയ്ക്ക് ചിന്നുകൂടിയ ഭർത്താവ് തച്ചെറുക്കുക, ഭർത്താവിന് ചിന്നുകൂടിയ ഭാര്യ തച്ചെറുക്കുക, അതൊക്കെയാണ് ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. അതിലൊരു 3-ാം മുറ പിയാക്കളെടുക്കുക. ഒരു ദിവസം ഈ കുട്ടി രാത്രി പേടിച്ച് പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ രാത്രി ഇറങ്ങി ഓടാനും ഇറങ്ങിയപ്പോൾ ഇവ മഹറും കൂടി മിക്സ് വാങ്ങിച്ചു. എന്റെ മഹറും എടുത്ത് നിന്നിട്ട് പോകണം. മഹറും വാങ്ങിച്ച് ഈ കുട്ടി വീട്ടിൽ വന്ന് സംഭവം നടന്നിട്ട് ഏകദേശം 3-4 മാസം കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. കുറ്റാപുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ട് വേറെ വിഷയത്തുമ്പോൾ ബന്ധപ്പെട്ട് അറിഞ്ഞതാണ്. അന്നപ്പോൾ ഞാനിതിനെ അത്യാവശ്യം അന്വേഷിച്ച് അറിയണത് ഈ വീട്ടിൽ തന്നെ നേരെ ചെന്ന് കുട്ടിയോടും എൻ്റെ ഉമ്മനോടൊക്കെ ചോദിച്ച് അതിന്റെ പിറ്റേ ദിവസം എൻ്റെ ഇപ്പം അവിടെ വന്ന് ടീച്ചറിന്റെ പുറകെ വന്ന് കേട്ടു അവിടെ വന്നതാണ്. ഇതിൻ്റെയൊക്കെ വലിയൊരു അബദ്ധം പറ്റി ഞാൻ ഇവിടെ ആരോട് ഈ വിഷയം ആദ്യം വന്ന് പറയാണ്ടിരുന്നത് വലിയ മോശമായിപ്പോയൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മള് എങ്ങനെയെങ്കിലും അപ്പം കുട്ടിനെ വിളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് അവസാന തീരുമാനം, കുട്ടി രണ്ടുപോലെ കൂടെ നിൽക്കണമെന്നുണ്ടോ, അതൊക്കെ ക്ഷമിച്ചിട്ട് മാപ്പാക്കി എന്റെ കൂടെ നിൽക്കണം എന്നാണോ, അതല്ല എന്താ വേണ്ട വെച്ചപ്പോ എങ്ങനെ തീർത്തി വെച്ചിട്ട് ഈ കുട്ടി പറഞ്ഞത് വേണ്ട, ഞാൻ നിന്നെ പറഞ്ഞേക്കാണ് ഞാനിനി
തൂങ്ങി മരിച്ചെന്നാ കുട്ടിയാണ്. അപ്പൊ പിന്നെ എന്റെ അമ്മാവും മിസ്സിയും ഇബ്രാഹിമോലും ഇടപെട്ട് കമ്മിറ്റിക്കാർ വരെ കൂടി ഇടപെട്ടുന്നുണ്ട്. പിന്നെ ഈ മകളൊക്കെ ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത് ഇവരുണ്ടായ കുറഞ്ഞൊരു സംഖ്യ മത്താളും കൊടുത്ത് കലാക്ക് വിരിപ്പിച്ചു. കുട്ടിക്ക് അതിന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ ഈ അടിയൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് കുട്ടിക്ക് ഇത്ര അകൽച്ച വന്നു. അതിന്റെ ഉമ്മ തീർച്ചയായിട്ടും പറയുന്നു. കാരണം ഈ അകൽച്ച വന്ന അകൽച്ചയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങിയിരുന്നു. ഈ ചികിത്സ തുടങ്ങിയതിന് ശേഷം കുട്ടി ആകെ കൂടി ഇവരോട് വെറുത്തുന്നതാണ്.